ഇന്ന് നമ്മുടെ ഒരു പുതിയ ടോപ്പിക്ക് തുടങ്ങാണ്. ഓർഗാനിക് കെമിസ്ട്രി പേപ്പറിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇതുവരെ 2 യൂണിറ്റ്സ് എടുത്തത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ചെറിയ 2 യൂണിറ്റ്സ് ആയിരുന്നു. ഒന്ന് ഇന്റർഹാലജൻ കോമ്പൗണ്ട്സും ഒന്ന് നോബിൾ ഗ്യാസസും അല്ലേ. ഇനി നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പേപ്പറിലുള്ള ഒരു ചെറിയ ഭാഗം, ചെറുതല്ല കുറച്ച് വലിയ ഭാഗമാണ്. നമ്മുടെ സിലബസ് അനുസരിച്ച് ഒരു 14 hours ടോപ്പിക്കാണ്. കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് സൾഫോണിക് ആസിഡ്സ് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. നടക്കട്ടെ. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. നിങ്ങൾ +2 നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, അതിന് മുമ്പേ പഠിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പം കഴിഞ്ഞ സെക്കൻഡ് ഇയറിൽ കുറേ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന 1-2 കാര്യം. ഓർഗാനിക് കെമിസ്ട്രി പൊതുവെ കുട്ടികൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കായി തോന്നാൻ തയ്യാറെങ്കിലും അല്ലേ. വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയും അപേക്ഷിച്ച് അതിനേക്കാളും സിമ്പിളാണ് ഓർഗാനിക് കെമിസ്ട്രി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി മീൻസ് ദ കെമിസ്ട്രി ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. ഇതെന്തിനാ പറയുന്നതായിരിക്കും, ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഒന്നും ഇരുന്നോട്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാർബൺ കോമ്പൗണ്ട്സ് കാർബണിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് തന്നെയാണ് ഇത്രയും എലമെന്റ്സ് ഉണ്ടായിട്ടും 100-ലധികം എലമെന്റ്സ് ഉണ്ടായിട്ടും ഒരേ ഒരു എലമെന്റ് ആയ കാർബണിന്റെ കെമിസ്ട്രി മാത്രം ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ഗ്രൂപ്പിൽ വന്നതും ബാക്കി എല്ലാ എലമെന്റ്സും ഒരു ഗ്രൂപ്പിൽ ഇനോർഗാനിക്കിലേക്ക് പോയതിന്റെ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബണിന്റെ ഒരു പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഇതാണ് അല്ലേ, കാറ്റനേഷൻ. കാർബണിലുള്ള ഈ പ്രത്യേകത കൊണ്ടാണ് ലക്ഷോപലക്ഷം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും ഉള്ളതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇനിയും എത്രയോ കോമ്പൗണ്ടുകൾ ദിവസം പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഓൾറെഡി ഉള്ളതുമായ കോമ്പൗണ്ട്സിന്റെ എണ്ണം നമുക്കറിയാം മില്യൺസ് ആണ്. അതിനൊരു അന്തമില്ല. കാരണം എന്താണ്, ഇനിയും പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഡെയിലി പുതിയ കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. കാറ്റനേഷൻ നമുക്കറിയാം എന്താണ്, ഫിനോമിനൻ ഓഫ് എലമെന്റ് ഫോമിങ് ലോങ് ചെയിൻസ് സെൽഫ് ലിങ്കിങ് ഓഫ് കാർബൺ ആറ്റംസ്. ഇത് കാർബണിന്റെ മാത്രമുള്ള പ്രത്യേകതയാണ്. മറ്റ് എലമെന്റ്സിനൊക്കെ ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ. അപൂർവ എലമെന്റ്സിന് പ്രോപ്പർട്ടി ഉള്ളൂ. അതിൽ തന്നെ കാർബണിന്റെ മാത്രമാണ് അനന്തമായിട്ട് എത്ര ആയാലും ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നീണ്ടു പോവാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്പറിന് ലിമിറ്റ് ഇല്ല ഇല്ലേ. നമുക്കറിയാം 1, 2, 3 നമുക്ക് 1000 എണ്ണം, 10,000 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10,000 കോടി, ലക്ഷം കോടി, ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ചെയിൻ ലെങ്ത്തിനും ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി നോ ലിമിറ്റ് ഫോർ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ദാറ്റ് ക്യാൻ ബി ജോയിൻഡ് ടുഗദർ ഇൻ എ പർട്ടിക്കുലർ ഒരു മോളിക്യൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന് ലിമിറ്റ് ഒന്നുമില്ല. പോളിമേഴ്സിലൊക്കെ പറയും ലക്ഷക്കണക്കിന് കാർബൺ ആറ്റംസ് ആണ് ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത് പലപ്പോഴും. അവിടെ തീരുന്നില്ല. വേണമെങ്കിൽ പോളിമേഴ്സ് കേട്ടിട്ടില്ലേ? പോളിമേഴ്സ് പറഞ്ഞു തരുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കാം. ഈ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ചെറിയൊരു മോളിക്യൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതിന് പഠിക്കാനുണ്ട്. അതിൽ കാർബൺ ആറ്റംസ് ചിലപ്പോൾ ഇങ്ങനെ പോളിത്തീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിത്തീൻ്റെ സ്ഥലത്തിൽ ഇങ്ങനെ വരുന്നത് CH2 ലൈക്ക് ദിസ്, ഇങ്ങനെ 2 സ്ഥലത്തേക്ക് നീണ്ടുപോയി ഇഷ്ടം പോലെ വലിയ ലോങ് ചെയിൻസ്. Of course, a definite number of carbon atoms and this number can increase. പോളിമേഴ്സിന്റെ കേസിൽ പുതിയ പോളിമേഴ്സ് നമുക്കറിയാം. ലിവിങ് പോളിമേഴ്സ് ഒക്കെ ഉണ്ട്. ലിവിങ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോളിമറിൽ നമുക്കറിയാം എത്തിലിന്റെ ഒരു മോളിക്യൂൾ ജോയിൻ ചെയ്തിട്ടാണ് പോളിത്തീൻ ഉണ്ടാകുന്നത്. അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ 100 മോളിക്യൂളിൽ 100 ജോയിൻ ചെയ്യാം, 1000 ജോയിൻ ചെയ്യാം. നമ്മൾ അതിനോട് പിന്നെ മോളിക്യൂൾസ് ചേർത്തുകൊണ്ടിരുന്നത് പിന്നെ അതിനോട് ജോയിൻ ചെയ്ത് പോകും. എത്തിലിൻ്റെ അല്ല, മറ്റു ചില കോമ്പൗണ്ട്സിൽ. അതിനാണ് ലിവിങ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വീണ്ടും അതിന്റെ മോണോമേഴ്സ് ചേർക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ലിങ്ക് കൂടി വരും എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്, ഒരു ചെയിനുള്ള എണ്ണത്തിന് ലിറ്ററലി there is no limit at all. That's why there are a large number of compounds in organic compounds compared to all other compounds. So all other elements you can see number of carbon compounds is greater. ഒറ്റ ഭാഗത്ത് കാർബൺ ഒറ്റക്ക് മതി, ബാക്കി എല്ലാവരും ഒരു ഭാഗത്ത് നിന്നപ്പോഴും കാർബൺ ആണ് ജയിക്കുന്നതിന്റെ കാരണം ഇതാണ്. പ്രധാനപ്പെട്ട കാരണം കാർബണിന്റെ പ്രത്യേക അൺലിമിറ്റഡ് കാറ്റനേഷൻ ചിലപ്പോൾ സിലിക്കണിനോ അല്ലെ ഫോസ്ഫറസിനൊക്കെ ചെറിയൊരു പരിധി വരെ ഉണ്ട്. പക്ഷെങ്കിൽ
ലിമിറ്റ് എല്ലാത്തിനും വളരെ 2, 3, 4, 5 ആറ്റംസ് ഒക്കെ കഴിഞ്ഞാൽ തൈലപ്പുറയൊക്കെ പോകുന്ന വളരെ അപൂർവമാണ്. അതിൽ തന്നെ ചിലപ്പോൾ വിരലിലെണ്ണാവുന്ന ആറ്റംസ്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് 10, 20 തൈലപ്പുറത്തേക്ക് ഒരിക്കലും പോകില്ല. പക്ഷേ ഈ കേസിലാണെങ്കിലോ നോ ലിമിറ്റ് അറ്റ് ഓൾ. അതുകൊണ്ടാണ് ഈ കോമ്പൗണ്ട്സിന്റെ എണ്ണം ഞാൻ ഇൻട്രൊഡക്ഷനായി പറയുന്നത്. ഇതിനെപ്പറ്റി കേട്ട് വേദനാവണ്ട, അതൊക്കെ നമ്മൾ ഭാവിയിൽ പഠിക്കാനുണ്ടാവും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക. അതുകൊണ്ട് എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എണ്ണത്തിന് യാതൊരു ലിമിറ്റും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടത് ഒരു ചിത്രമേ ഉള്ളൂ. കാർബണിന്റെ വാലൻസി 4ആണ്. നമുക്കറിയുന്ന കാര്യം ഇതൊക്കെ. പിന്നെ ഒരു കാര്യം, പിന്നെ രണ്ടാമത്തെ എന്താണ്, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ആകെ വരുന്ന എലമെന്റ്സ് കാർബൺ ഒഴികെ വരാൻ സാധ്യതയുള്ള എലമെന്റ്സ്. എല്ലാ എലമെന്റ്സും വരാമെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോമ്പൗണ്ട്സിലൊക്കെ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആറ്റംസ് മാത്രമേ ഉള്ളൂ. കാർബൺ കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഇതിൽ തന്നെ ഈ മൂന്നെണ്ണം തന്നെ പ്രധാനം. നമ്മൾ പഠിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പഠിക്കാനിരിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര കോമ്പൗണ്ട്സ് പഠിച്ചാലും മിക്കവാറും അതിലുള്ള കോമ്പൗണ്ട്സിൽ അടങ്ങിയിരിക്കുന്ന ആറ്റംസ് കാർബണിന് പുറമെ ഹൈഡ്രജനോ ഓക്സിജനോ നൈട്രജനോ തീർന്നു. ബാക്കിയൊന്നും ഇല്ല എന്നുള്ളതല്ല, ബാക്കി രണ്ടൊക്കെ വളരെ നമുക്ക് പഠിക്കാനുള്ള കേസിൽ വളരെ കുറവാണ്. എല്ലാം ഇപ്പോൾ ഹാലജൻ ഉണ്ട്, നൈട്രജൻ ഓക്സിജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് മെറ്റൽസ് ഒക്കെ വരാം. പക്ഷെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കൂടുതൽ കോമ്പൗണ്ട്സിൽ പ്രധാനമായിട്ട് വരുന്ന എലമെന്റ്സ് എന്താണ്, കാർബൺ കഴിഞ്ഞാൽ ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഒരു ചുരുങ്ങിയ എലമെന്റ്സ് മാത്രമേ നമ്മൾ പഠിക്കേണ്ട പല കോമ്പൗണ്ട്സ്, നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാവി പഠിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിലൊക്കെ വരുന്ന എലമെന്റ്സിന്റെ എണ്ണം വളരെ എലമെന്റ്സിന്റെ എണ്ണം, അതായത് കോമ്പൗണ്ട്സിന്റെ എണ്ണത്തിന് പരിധിയില്ലാതെ ഞാൻ പറഞ്ഞു. അതിൽ വരുന്ന എലമെന്റ്സിന്റെ എണ്ണത്തിന് വളരെ ചെറിയ പരിധി മാത്രമേ ഉള്ളൂ. അത് നമുക്കൊരു സൗകര്യമാണ്. മനസ്സിലല്ലേ? കാർബൺ കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഓഫ് കോഴ്സ്, പിന്നെ ഓക്സിജൻ, പിന്നെ നൈട്രജൻ, പിന്നെ സൾഫറും മറ്റു ചില എലമെന്റ്സ് ഒക്കെ ഉണ്ട്, ഫോസ്ഫറസോ അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താണ്, അത് വളരെ പരിമിതമായി മാത്രമേ ഉള്ളൂ. മെനി ഓഫ് ദി കോമ്പൗണ്ട്സ് these apart from carbon mainly 3 elements only. അതൊരു സൗകര്യമാണ്. ഇതിൻ്റെയൊക്കെ വാലൻസിയെ പറ്റി നമുക്ക് വളരെ കൃത്യമായി പോകും. കാർബണിന്റെ വാലൻസി 4ആണ്, ഹൈഡ്രജന്റെ 1ആണ്, ഓക്സിജന്റെ 2ആണ്, നൈട്രജന്റെ 3ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചർ പലപ്പോഴും കുട്ടികൾ പലപ്പോഴും ഫോമിലൊക്കെ പലപ്പോഴും മലയാളം എഴുതി വെക്കുന്നതാണ്. CH3 ഇങ്ങനെ നീട്ടി എഴുതുമ്പോൾ CH2 CH2 CH3 CH3 CH2 ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പല കോമ്പൗണ്ട്സിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കാർബണിന്റെ വാലൻസി 4 തന്നെ. ഇതാ ഇവിടെ കാർബണിന്റെ വാലൻസി 4ആണ്, ഒരു കുഴപ്പമില്ല. എന്താണ്, ഒരു വര ഇങ്ങോട്ടുണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഇവിടെ കാർബണിന്റെ കാണുന്ന വാലൻസി CH2 2 വാലൻസി 2, 2, 4 അത് റെഡിയാണ്. ഇവിടെ ഓക്കെ, കാർബണിന് 2 ഹൈഡ്രജൻ ഉണ്ട്, 2 വാലൻസി 2, 3, 4, 5. അപ്പൊ ഈ സാധനം തെറ്റാണ്. അവിടെ ഒരിക്കലും H വരില്ല, H2 വരില്ല, H മാത്രമേ വരൂ. മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയാൽ CH3 എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു വരെ ഇങ്ങോട്ട് ഒരു കണക്ഷൻ ഇങ്ങോട്ട് 5 വാലൻസി കാർബൺ. ഇതും തെറ്റാണ്. ഇപ്പൊ സ്ട്രക്ചർ ഇത് പ്രധാനമായിട്ട് നമ്മൾ സ്ട്രക്ചർ മിക്കവാറും എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെയും സ്ട്രക്ചർ ഇങ്ങനെ വരും. നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ കുട്ടികൾ സ്ഥിരമായി തെറ്റിക്കുന്നത് ഇത് തന്നെയാണ്. കാർബൺ ഒരു സ്ഥലത്ത് C എന്ന് കണ്ടാൽ അതിന് 4 വാലൻസി ഉണ്ടാവാം. CH എന്ന് കണ്ടാൽ അതിന് പിന്നെ 3 കണക്ഷനുകൾ മാത്രമേ ഉണ്ടാവും. കാരണം ഒരു കണക്ഷൻ കാർബൺ മാക്സിമം 4 വാലൻസിയാണ്, ഒരെണ്ണം ഹൈഡ്രജൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാം. പിന്നെ 3 കണക്ഷൻ മാത്രമേ ഉണ്ടാവും. ഒരു സ്ഥലത്ത് നമ്മൾ CH2 എന്ന് കണ്ടാൽ കാർബണ് 4 വാലൻസിന്റെ 2 ഹൈഡ്രജനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നെ 2 കണക്ഷൻ മാത്രമേ ഉണ്ടാവും. എങ്ങോട്ടായാലും കുഴപ്പമില്ല, നമുക്ക് ഏത് കണക്ഷനിലേക്ക് വരക്കാം. അതിന്റെ സീറോ കെമിസ്ട്രിയിലേക്ക് പോകാതിരുന്നാൽ മതി. സീറോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിക്കും. ഇവിടെ ഇതാ ഇനിയിപ്പോ CH3 കണ്ടാലോ, CH3 കണ്ടാൽ ഒരു അറ്റത്തായിരിക്കും, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ഒരു ചെയിനിന്റെ അറ്റത്തേക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും, കാരണം ഒരു ബാലൻസ് മാത്രമേ അതിന് ബാക്കിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമ്പൗണ്ട് ഫോമിൽ നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. എന്താണ്, കാർബൺ CH എന്ന് കണ്ടാൽ അതിന് 3 യൂണിറ്റുമായിട്ട് മാത്രമേ പിന്നെ കണക്ഷൻ ഉണ്ടാവൂ. CH3 എന്ന് കണ്ടാൽ 1 യൂണിറ്റുമായിട്ട് മാത്രമേ കണക്ഷൻ ഉണ്ടാവൂ. CH2 എന്ന് കണ്ടാൽ 2 യൂണിറ്റുകളായിട്ടാണ് കണക്ഷൻ ഉണ്ടാവുക. CH3 എന്ന് കണ്ടാൽ ചിലപ്പോൾ 4 യൂണിറ്റുമായിട്ട്. ഇങ്ങനത്തെ മോളിക്യൂൾസ് നമ്മൾ ഇഷ്ടമല്ല. അപ്പൊ നമ്മളൊരു കോമ്പൗണ്ട് അറിയാം, CH3. ഈ കോമ്പൗണ്ടിന്റെ പേര് 2,2-dimethyl propane. ഡൈമീഥൈൽ പ്രൊപ്പൈൻ 2 എന്ന് പറയേണ്ട ആവശ്യമില്ല, ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്നാണ് ഇതിന്റെ പേര്. നിയോപെന്റൈൻ എന്ന ഡൈമീഥൈൽ പ്രൊപ്പൈൻ, മീഥൈൽ പ്രൊപ്പൈൻ. നോമൻക്ലേച്ചർ നമ്മൾ കണ്ടു പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ കാർബൺ നടുക്കെടുക്കുന്ന കാർബണിന്റെ സമയത്തിന് 4 CH3 കണ്ടോ? CH3ന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഇത് നമ്മൾ കണക്ഷൻ വരണമെങ്കിൽ ഇത് CH2 എന്നാവേണ്ടി വരും. എന്നാലും വേണമെങ്കിൽ ഇപ്പുറത്ത് ഒരു OH എന്നോ അല്ലെങ്കിൽ വേറെ CH എന്നോ ഒക്കെ വരാം. ഇവിടെ CH3 എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാല് പിന്നെ അവസാനിച്ചു. ഇപ്പൊ CH3 എന്നൊരു ഫോമിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടാല് അതിന്റെ അപ്പുറത്തേക്ക് തന്നെ യാതൊന്നും
ഒരറ്റത്ത് കണക്ട് ചെയ്ത് വരുമ്പോൾ മനസ്സിലാണ്ടാവും, ഒരു കണക്ഷൻ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോകില്ല. CH2 എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലേക്ക് പോവാം, CH എന്ന് പറഞ്ഞാല് 3 ഡയറക്ഷനിലേക്ക് പോവാം, C എന്ന് പറഞ്ഞാല് 4 ഡയറക്ഷനിലാവും. നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നല്ലോ. അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വെറുതെ കുട്ടികളെ ഫോമിലൊക്കെ എഴുതിയേക്കും, തലമും വരുമ്പോൾ CH3 CH2 എന്നൊക്കെ എഴുതിയിട്ട് എഴുതും. ഒറ്റ ഒരു കാര്യം ആലോചിച്ചാൽ മതി, കാർബണിന്റെ വാലൻസി 4 അതിൽ വരുന്ന ഹൈഡ്രജൻ എണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഹൈഡ്രജൻ ആരും ഇങ്ങനെ കാണിച്ച ഫോമിൽ എഴുതുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഹൈഡ്രജൻ കാണിക്കില്ല, മനസ്സിലായില്ലേ? കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പലപ്പോഴും അതിന് പറയുന്നത് എന്താണോ, CH3 എന്നോ അല്ലെ CH2 എന്നോ അല്ലെ CH എന്നൊക്കെ എഴുതും, മനസ്സിലായില്ലേ? CH3 കഴിഞ്ഞാൽ അതിന് 1 കണക്ഷൻ ഉണ്ടാവാം, CH 2 കണക്ഷൻ ഉണ്ടാവാം, CH-ന് 3 കണക്ഷൻ ഉണ്ടാവാം, C-ക്ക് 4 കണക്ഷൻ ഉണ്ടാവാം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് വലിയ ആൾക്കാരും എന്നല്ല പറയാം, സിമ്പിളായ കാര്യങ്ങളാണ്, അത് ഓർത്ത് വെക്കാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിൽ വരുന്ന എലമെന്റ്സ് ഞാൻ പറയാം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ കഴിഞ്ഞാൽ പിന്നെ നൈട്രജനും ഓക്സിജനുമാണ്. അതും നൈട്രജൻ ഓക്സിജന്റെ കേസിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ കാരണം നമ്മളൊരു CO CO എന്നുള്ള ഗ്രൂപ്പ് നമുക്കറിയാം, കാർബണൈൽ ഗ്രൂപ്പാണ്. അതിൽ പിന്നെ എത്ര കണക്ഷൻ ബാക്കി ഉണ്ടാവും? 2 കണക്ഷൻ ഉണ്ടാവും. കാരണം എന്താണ്? ഓക്സിജന്റെ ബാലൻസ് 2ആണ്. അപ്പൊ CO എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കാർബണിന്റെ 2 ബാലൻസ് ഉപയോഗിച്ച് കഴിഞ്ഞു, പിന്നെ എന്തേ ഉള്ളൂ? 1 2 ഇത്രയേ ഉള്ളൂ. നമ്മള് CH3 CO CH2 CH3 ഇങ്ങനെ ഒരു സാധനം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇവിടെ ഇത് തെറ്റാണ്. Why? Because yes, carbon has 4 valency, 2 is connected already to oxygen, then 1 2 3 3 കണക്ഷൻ പിന്നെ ഉണ്ടാവാൻ പാടില്ല, 2 പാടുള്ളൂ എന്ന് പറഞ്ഞാൽ CO എന്ന് നേരത്തെ പറഞ്ഞ പോലെ CO എന്ന് പറഞ്ഞാൽ 2 കണക്ഷൻ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ. അതുപോലെ തന്നെ NH2 നൈട്രജൻ വരുമ്പോൾ NH2 1 കണക്ഷൻ മാത്രമേ ഉണ്ടാവൂ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. NH-ന് 2 കണക്ഷൻ ഉണ്ടാവാം, N-ന് 3 കണക്ഷൻ ഉണ്ടാവും. കാരണം നൈട്രജന്റെ വാലൻസി 3ആണ്, ഇവിടെ 3ആണ്, ഇവിടെ 3ആണ്. അത് മാറുന്നില്ല ഓർഗാനിക് കോമ്പൗണ്ടിൽ, എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവാം. ഓക്സിജൻ അതുപോലെ തന്നെയാണ്. OH എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനൊറ്റ കണക്ഷൻ ഉണ്ടാവും. O എന്ന് പറഞ്ഞാൽ 2 കണക്ഷൻ ഉണ്ടാവും. ഇത് അതിന്റെ വാലൻസിയെ ബന്ധപ്പെട്ട ചെറിയൊരു പോയിന്റാണ്. ഇത് നമ്മൾ പ്രത്യേക ഫോമിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരും വരെയൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന അങ്ങനെയാണ്, CH3 CH CH2 CH3 CH2 CH3 ഇങ്ങനെയൊക്കെ എഴുതുക. ഈ ഫോമിൽ തെറ്റുന്ന നോക്കുക, CH3 ഒരറ്റത്ത് എപ്പോഴും എന്ത് കാണും? CH3 കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താവോ CH2 OH എന്ന് കാണാം, കുഴപ്പമില്ല, അറ്റത്ത് OH കാണാം. അല്ലെങ്കിൽ അവിടെ CH2 NH2 എന്ന് കാണാം, അങ്ങനെയൊക്കെ വരാം. അല്ലാതെ CH3 എന്ന് കണ്ടാല് പിന്നെ അതിനപ്പുറത്തേക്ക് കണക്ഷൻ വരില്ല. ഇവിടെ ഇപ്പം എല്ലാം ശരിയാണ്. കാർബൺ ബാലൻസ് 4, ഇവിടെ എന്താണ്? CH എന്നേ ഉള്ളൂ, 1 2 3 ഭാഗത്തേക്ക് കണക്ഷൻ ഉണ്ട്. ഇവിടെ CH2 2 ഭാഗത്തേക്ക് കണക്ഷൻ ഉണ്ട്, CH 2 ഭാഗത്തേക്കുണ്ട്, CH3 1 ഭാഗത്തേക്കുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ വല്ല തെറ്റുണ്ട്. ഹൈഡ്രജൻ 2 ഇവിടെ നമ്മൾ 2 എന്ന് കണ്ടാൽ ഉടനെ തെറ്റാണ്. പറഞ്ഞാൽ 2 പാടില്ല, 1 പാടില്ല, നമ്മൾ ചിന്തിക്കണം അതിന്റെ ഫോമിൽ എഴുതുമ്പോൾ. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഫോമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യം പറഞ്ഞു തന്നെയുള്ളൂ. അത് എത്ര പറഞ്ഞാലും പിന്നെ കുട്ടികളെ തെറ്റിച്ചോണ്ടേ ഇരിക്കുന്ന കാണാം. അതെത്ര വെറുതെ ഫോമിലൊക്കെ എഴുതിയപ്പോൾ ഭാര്യ വിളിച്ച് അത് എഴുതുന്നത്. അതുപോലെ തന്നെയാണ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരുമ്പോൾ CH3 CH2 ഉണ്ടാവും. ഇവിടെ എത്തുമ്പോഴേക്ക് ഇതൊരു കറക്റ്റ് ഫോമുലയാണ്. ഇവിടെ കാർബണിന്റെ ബാലൻസ് 4ആണ്, 3 ഇവിടെ ഉണ്ട്, 1 ഇങ്ങോട്ട് പോയി. ഇത് എത്രയാണ്? 1 ഹൈഡ്രജനിലേക്ക് പോയിട്ടുണ്ട്, 2 2 4. ഇത് 2 ഹൈഡ്രജനിലേക്ക് പോയിട്ടുണ്ട്, 2 2 4. ഒരിക്കലും നമ്മൾ CH3 CH2 CH3 ഇങ്ങനെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഉടനെ ഇത് തെറ്റാണെന്ന് മനസ്സിലാവും. കാരണം എന്താണ്? ഈ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ ആ കാർബൺ ഇപ്പം 5 കണക്ഷൻസ് വരുന്നുണ്ട്. 1 ഈ കാർബണായിട്ട്, 1 ഈ കാർബണായിട്ട്, 2 അപ്പുറത്തെ കാർബൺ, 2 1 3 4, ഒരു ഹൈഡ്രജൻ 5 ആയി. അപ്പൊ എന്താണ്? ഇത് ശരിയാവണമെങ്കിൽ ഇവിടെ എന്തുണ്ടാവാൻ പാടില്ല? H ഉണ്ടാവാൻ പാടില്ല. H എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? അത് തെറ്റാണ്. നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഫോമിൽ ഇങ്ങനത്തെ ഫോമുകൾ നമ്മൾ കാർബണിന്റെ ബാലൻസിനെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മള് കുറച്ച് എഴുതി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാണോ? ആലോചിക്കേണ്ട ആവശ്യം വരില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുതിക്കോളൂ. വീട്ടിലേക്ക് നടക്കുന്ന വഴി നമ്മൾ സാഹചര്യമാണ് നടക്കുന്നത്. അല്ലെ, ഒരു സ്ഥലത്തേക്ക് വൃത്തിയാകും പോകുമ്പോൾ, വീട്ടിൽ നിന്ന് സ്ഥലത്തേക്ക് പോകുമ്പോൾ ആദ്യം ഒരു അറിയാത്ത വഴി പോകുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ ആലോചിച്ച് നടക്കും. 3 പ്രാവശ്യം ഓട്ടോമാറ്റിക്കായി നടന്നു പോകുന്നതാണ്. ഈ പറഞ്ഞ ഫോമിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും അതിങ്ങനെ ആലോചിച്ച് എഴുതേണ്ട ആവശ്യം ആദ്യം വരും, കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. മനസ്സിലായില്ലേ? അങ്ങനെ വരണം ഫോമുലകൾ എഴുതുമ്പോൾ. മനസ്സിലായില്ലേ? പലപ്പോഴും നമ്മൾ ഇക്വേഷൻസും മറ്റേതൊക്കെ എഴുതുമ്പോൾ ഈ ഫോമുലയിൽ നിന്നാണ് പലപ്പോഴും തുടങ്ങുക. ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രധാനപ്പെട്ട നമുക്ക് വേറൊരു പോയിന്റ് ഉണ്ട്.
ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നൊരു വാക്കുണ്ട്, നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ്, ഹോമോളോഗസ് സീരീസ്, ഈ വാക്കൊക്കെ വരുന്നുണ്ടാവും. ഫങ്ഷണൽ ഗ്രൂപ്പ് അതെന്താണ്? certain groups of atoms which give the characteristic properties to such an organic compound. An organic compound is CH3OH, this is methanol. Then CH3 CH2OH, this is ethanol. Or CH3 CH2 CH2OH, this is propanol. Methanol, ethanol, propanol. ഇതിൻ്റെ ഒക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കറിയാം വളരെ സിമിലർ ആണ്, ഓൾമോസ്റ്റ് ദ സെയിം ആണ്. എന്തുകൊണ്ടാണ്? Because the chemical property of the organic compound is usually decided by as the functional group present in that compound. ഇതിലൊക്കെ OH ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് നമുക്കറിയാം ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോൾ ആണ്. ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ്, ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ്, ഇതും ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. മൂന്ന് ആൽക്കഹോളിന്റെ പ്രോപ്പർട്ടി വളരെ 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 സിമിലർ ആണ്. കാരണം അതിന്റെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത്, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്നത് എന്താണ്? യെസ്, അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, നമുക്ക് റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. OH ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ്? യെസ്, COOH ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, ഇങ്ങനെ ഇഷ്ടംപോലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകളാണ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്നത്. കാരണം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അൺറിയാക്റ്റീവ് ആണ്. അൺറിയാക്റ്റീവ് യൂഷ്വലി അതിന് റിയാക്ടിവിറ്റി വളരെ റിയാക്ട് ചെയ്യുന്ന ഭാഗം എന്താണ്? അതിന്റെ അവിടെയാണ് റിയാക്ഷൻ നടക്കുക മോളിക്യൂൾ. ഈ ഭാഗത്തുനിന്ന് കാര്യം വരുന്ന റിയാക്ഷൻ ഉണ്ട്, അപൂർവമാണ്. പക്ഷേ എങ്കിൽ കൂടുതൽ റിയാക്ഷൻ ആൽക്കോൾസിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കോളിന്റെ റിയാക്ഷൻ മെത്തനോൾ ആയാലും പ്രൊപ്പനോൾ ആയാലും ബ്യൂട്ടനോൾ ആയാലും എല്ലാ പ്രൈമറി ആൽക്കോളിന്റെയും റിയാക്ഷൻസ് ഏകദേശം വളരെ വളരെ സിമിലർ ഒന്ന് തന്നെയാണെന്ന് പറയാം. അത് അതിന്റെ മുകളിൽ വരുന്ന ഈ ഭാഗത്ത് നമ്മൾ പറയുന്ന പേരെന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് വലിയ ഒരു ബന്ധം ഉണ്ടാവില്ല. ബ്യൂട്ടനോൾ ആയാലും പെന്റനോൾ ആയാലും എക്സനോൾ ആയാലും very similar, almost the same chemical properties, but of course there will be difference in the physical properties like boiling point, melting point. അതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിൽ കെമിക്കൽ റിയാക്ഷനിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല, എല്ലാം ഒരേപോലെ ആയിരിക്കും. That is decided by this particular group which is known as the functional group. ഈ ഫങ്ഷണൽ ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത്, മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഭാഗമല്ല. ആ ഭാഗത്തിന് എന്താ പിന്നുള്ളത്? ആ ഭാഗത്ത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുക കുറയുകയും ചെയ്യാം. കാരണം നമുക്കറിയാം കാർബൺ ആറ്റംസ് ക്യാൻ ബി ലിങ്ക്ഡ് ഇൻ ലോങ് ചെയിൻസ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇവിടുന്ന് വല്ല CH3 എന്ന സ്ഥലത്ത് CH2 എന്നാക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് എഴുതിയാൽ അത് വേറെ എപ്പോഴും ഇവിടുത്തെ റിയാക്ഷൻ ഇത് ബാധിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇത് പിന്നെ ഒരു CH2 എന്നാക്കി ഇപ്പുറത്ത് വേറെ എഴുതലല്ല, അങ്ങനെ കോമ്പൗണ്ട് ഉണ്ടാക്കിയെടുക്കാം, യാതൊരു പ്രയാസമില്ല. നമുക്കറിയാം പെന്റനോൾ, ഹെക്സനോൾ, ഹെപ്റ്റനോൾ, ഒക്ടനോൾ, നോണനോൾ എന്ന് പറഞ്ഞിട്ട് ചിലത് ലിക്വിഡ്, ചിലത് ഗ്യാസ്, ചിലത് സോളിഡ് ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. കൂടുതലനുസരിച്ച് അത് സോളിഡിലേക്ക് മാറും, നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും വരുന്നില്ല. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റങ്ങൾ ഉണ്ടാവാതെ തമ്മിൽ കെമിക്കൽ റിയാക്ഷൻസ് will be exactly the same because that is decided by the nature of the functional group. And functional groups examples are hydroxyl group or alcohol group. Alcohol is a primary alcohol, secondary alcohol. We പഠിക്കും tertiary alcohol. നമുക്ക് പറഞ്ഞിട്ടുണ്ട് carboxylic acids, ketones, aldehydes, amines, ethers, large number of esters and so on. ഒരുപാട് compounds ഉണ്ട്. എല്ലാത്തിലും അതിന്റെ കെമിക്കൽ റിയാക്ഷൻ തീരുമാനിക്കുന്നത് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ശരിയല്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലെ കൊടി കാണാം. ഒരു കൊടി ഏതെങ്കിലും ഒരു പാർട്ടിന്റെ പേര് ഇപ്പോൾ പറഞ്ഞു ഒരു കൊടി എന്നിരിക്കും. ആ കൊടി നമ്മൾ ചെറിയ വടിയിൽ നമ്മൾ കെട്ടാം, ഒരു വലിയ വടിയിൽ നമ്മൾ കെട്ടാം, ഒരു വലിയ കൂറ്റൻ പോളിന്റെ എല്ലാത്തിലായാലും അത് ആ പാർട്ടിന്റെ തന്നെയാണ്, അതിന്റെ സ്വഭാവം അത് തന്നെയാണ്. പക്ഷേ വടിയിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാല് ഒരു വലിയ വടിയിൽ നമ്മൾ കെട്ടിയ ഒരു കൊടിയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അത് മാറിയാൽ മാറി, അതിന്റെ കളർ മാറിയാൽ പാർട്ടി മാറി. പക്ഷെ ഈ ഭാഗത്തിന്റെ അത് വലിയ വടിയാണോ ചെറിയ വടിയാണോ നോക്കിയാൽ യാതൊരു വ്യത്യാസമില്ല, എല്ലാം ഒരു പാർട്ടിന്റെ ആണെന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ആൽക്കഹോൾസ് ആണ്. അതേപോലെ നമ്മൾ ഇതിന് പറഞ്ഞ ഇപ്പോ CH3NH2, CH3 CH2 NH2, CH3 CH2 CH2 NH2, ഈതൈലമീൻ, പ്രൊപ്പൈലമീൻ, ഇതെല്ലാം പ്രൈമറി അമീൻസ് ആണ്. എല്ലാത്തിന്റെയും പ്രോപ്പർട്ടി വളരെ വളരെ സിമിലർ ആണ്.
ഒന്ന് തന്നെയാണ് ഏകദേശം, ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താണ്, ഇത് വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ് ഈസ് അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ അമീൻസ്, പ്രൈമറി അമീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പ്രൈമറി അമീൻസ് ചെയ്ത ഒരു ആകെ എന്താണ് പ്രൈമറി അമീൻസ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ശ്രദ്ധിക്കുക, ഒരു കാർബണിന്റെ മുകളിൽ ഒരു NH2 ഗ്രൂപ്പ് വന്നാൽ അത് പ്രൈമറി അമീനായി. ഈ ഭാഗത്തൊക്കെ വരുന്നത് പല കാർബണോ ഹൈഡ്രജനോ വേറെ കാർബണോ ഒക്കെ വരാം. ഇവിടെ മാത്രമാണ് എന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് റിയാക്ഷൻ നടക്കുന്നത്, അവിടെയാണ്. പ്രൈമറി അമീൻസ് ഹാവ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് NH2 attached to a carbon atom. Alcohols, primary alcohols have a OH group attached to a primary carbon atom. നമ്മൾ പിന്നെ പഠിച്ചോളൂ. പ്രൈമറി കാർബൺ ആറ്റം, സെക്കൻഡറി കാർബൺ ആറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. A carboxylic acid, yes, again is a carboxyl functional group, COH group attached to a carbon atom. അതിന്റെ ബാക്കി ഭാഗം എന്താ കുറേ കാർബൺ ആറ്റം ഉണ്ടാവും, 5 കാർബൺ ആറ്റോ 10 കാർബൺ ആറ്റോ സ്ട്രെയിറ്റ് ചെയിനോ ബ്രാഞ്ചഡ് ചെയിനോ ഒക്കെ ആവും. പക്ഷേ അതിന്റെ റിയാക്ഷൻസ് എല്ലാം ആരാണ് തീരുമാനിക്കുന്നത്? ST ഫങ്ഷണൽ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്. കീറ്റോൺസ്, SC ഡബിൾ ബോണ്ടോ വിത്ത് 2 വാലൻസീസ്. ഇവിടെയും 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരും. മീഥൈലോ ഈഥൈലോ പ്രൊപ്പൈലോ 2 സ്ഥലമുണ്ട്. ആൽഡിഹൈഡ് CH3 വരാം, CH3CH2 വരാം. മെത്തനാൽ, എത്തനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ ആൽഡിഹൈഡ്സ്. അതുപോലെ ഇതിനൊക്കെ ആരാണ് അതിന്റെ പ്രോപ്പർട്ടീസ്, കെമിക്കൽ റിയാക്ഷൻസ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്? അത് അതിനുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഓക്കെ, അതേപോലെ ഹോമോളോഗസ് സീരീസ്, അങ്ങനത്തെ വാക്കും പഠിച്ചു. ഹോമോളോഗസ് സീരീസ് ഇതൊരു ഹോമോളോഗസ് സീരീസ് ആണ്. മീഥൈലമീൻ, ഈഥൈലമീൻ, പ്രൊപ്പൈലമീൻ എക്സെട്ര, or methanol, ethanol, propanol അല്ല, ഇത് വലിയതാണ്. ഓക്കെ, see the consecutive members differ by S. 1 CH2 group, CH3 നമ്മൾ പറയുന്നത് CH3 COH, CH3 CH2 COH, CH3 CH2 CH2 COH. See HCOH, formic acid, acetic acid, propanoic acid, butanoic acid. This constitute a functional group. You know, each consecutive member differ by what? H into CH2 കൂടിയാണ് CH3 ആയി. എന്നോട് CH2 കൂടി 2 CH2 കൂടി. അടുത്ത എന്താണ്? നമുക്ക് CH2 കൂട്ടിയാൽ കഴിഞ്ഞാൽ മതി, യാതൊരു പ്രശ്നമില്ല. So this is a എന്താണ് homologous series. ഈ homologous സീരീസിലെ കോമ്പൗണ്ട്സിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഒരേപോലെ ആയിരിക്കും. കാരണം അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എപ്പോഴും ഒന്നായിരിക്കും. മനസ്സിലായില്ലേ? എന്ത് വ്യത്യാസം ഉണ്ടാവുക? ഈച്ച് കോൺസിക്യൂട്ടീവ് മെമ്പർ ഡിഫർ ബൈ 1 കാർബൺ ആറ്റം ഓർ 1 CH2 ഗ്രൂപ്പ്. ആൻഡ് വി കാൻ എക്സ്റ്റെൻഡ് ഇറ്റ്. നമുക്ക് താഴോട്ട് ഇഷ്ടം പോലെ ഇതെല്ലാം ഉള്ളതാണ്, വെറുതെ എഴുതി വെക്കുന്നില്ല. ഇങ്ങനത്തെ എല്ലാ കോമ്പൗണ്ട്സും ഉള്ളതോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിന് ലിമിറ്റ് ഇല്ല. മനസ്സിലായില്ലേ? ലോങ് ചെയിൻസ്. കാർബൺ ആറ്റം 2 4 ആവാം. അതിൽ ഒന്നുണ്ട്, ഇതിൽ 2 കാർബൺ ആറ്റം, ഇതിൽ 3 കാർബൺ, ഇതിൽ 4 കാർബൺ, ഇനി 5 6 7 8 ഇങ്ങനെ കാർബൺ എത്രയായാലും such compounds. Actually there are such compounds. നമ്മൾ വെറുതെ എഴുതാൻ വേണ്ടി ഇതിനെ ഭംഗിക്കൊണ്ടിരുന്നില്ല, ഇതൊക്കെ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഹോമോളോഗസ് സീരീസ് ആണ്. ഈ ഹോമോളോഗസ് സീരീസിലെ കോമ്പൗണ്ട്സ് ഒരു കോംപ്ലക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ഫോമിൽ, ജനറൽ ഫോമിൽ വെച്ച് എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ ഹോമോളോഗസ് സീരീസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക, കാർബണിന്റെ വാലൻസി 4 അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കുക. ഒരു ഫോമിൽ എഴുതുമ്പോൾ കാർബണിന്റെ വാലൻസിനെ പറ്റി മനസ്സിലെപ്പോഴും ചിത്രം ഉണ്ടായിരിക്കും. 4 വരാൻ പാടുള്ളൂ. അതിൽ വരാൻ സാധ്യത മറ്റ് ആറ്റംസ് ഓക്സിജനും ഹൈഡ്രജനും മാത്രമാണ് പ്രധാനമായിട്ട് മാത്രമാണ്. ഓരോന്നില്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും കമ്പയർഡ് ടു അതർ ലിമിറ്റഡ്. പ്രധാനമായിട്ട് കാർബൺ ഹൈഡ്രജൻ കഴിച്ചാൽ ഹൈഡ്രജൻ എന്തായാലും ഉണ്ടാവും, നൈട്രജൻ ഓക്സിജൻ. വെറും കാർബൺ ഹൈഡ്രജൻ മാത്രം വരുമ്പോൾ എന്ത് പറയും? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും. അത് ഹൈഡ്രോ കാർബൺസ്, ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ അത് വേറെ ഹോമോളോഗസ് സീരീസ് ആണ്. CH4 CH3 CH3 പിന്നെ CH3 CH2 CH3 ഞങ്ങൾ കണ്ടു CH3 CH2 CH2 CH3. This constitute another homologous series. Methane, ethane നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. Propane, butane, etc. And you can go on writing. ഓരോ സീറ്റിൽ കൂട്ടി ഇഷ്ടം പോലെ എഴുതാൻ പറ്റും. അത് പറഞ്ഞ പോലെ എല്ലാ ഹോർമോൺസ് യഥാർത്ഥത്തിലുള്ള ഹോർമോൺസ് ആണ്, ഉണ്ടാക്കാൻ പറ്റിയ ഹോർമോൺസ് ആണ്, യാതൊരു പ്രയാസമില്ല. ദിസ് ഈസ് ഹോമോളോഗസ് സീരീസ്. ഒരു ഹോമോളോഗസ് സീരീസിൽ എപ്പോഴും കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഏടെ ഉണ്ടാവില്ല. ഇതിൽ OH ഗ്രൂപ്പാണ്, NH ഗ്രൂപ്പാണ്, ഇവിടെ COH ഗ്രൂപ്പാണ്, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് മനസ്സിലായില്ലേ? ഇനിയിപ്പോ CH2
CH2. അടുത്ത എന്തായിരിക്കും? CH2 CH CH3. CH2 ഡബിൾ ബോണ്ട് CH2 CH ഡബിൾ CH2 കൂട്ടിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എന്താണ്? എത്തീൻ. ദിസ് ഈസ് പ്രൊപ്പീൻ. ദെൻ വി ഹാവ് one butene, then one pentene, one heptene, one hexene, അങ്ങനെ ഇഷ്ടം പോലെ താഴോട്ട് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇത് വേറൊരു ഫോമുള്ള സീരീസ്. ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ട് ആണല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഡബിൾ ബോണ്ട് ഈസ് കൺസിഡർഡ് ആസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്തെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ ഏത് ഗ്രൂപ്പിൽ വരുന്ന കാർബൺ ഹൈഡ്രജൻ മാത്രം വരുന്ന കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ശ്രദ്ധിക്കുക, ഹൈഡ്രോ കാർബൺസിൽ ഓൺലി കാർബൺ. ഏതെങ്കിലും ഓക്സിജൻ വന്നാൽ നൈട്രജനോ വന്നാൽ കനോട്ട് ബി കോൾഡ് എ ഹൈഡ്രോ കാർബൺ. ഒരു ഓക്സിജൻ വന്നാൽ ചിലപ്പോൾ കീറ്റോണോ ആൾഡിക്കൈഡോ ഒക്കെ ആവാം അല്ലേ? ഒരു നൈട്രജൻ വന്നാൽ മിക്കവാറും നേരം അമീനാവാം. വേറെ കോമ്പൗണ്ട്സ് ഇല്ലാത്ത നേരം അമീനാവാം. അപ്പോൾ അത് വേറെ ഫങ്ഷൻ ഗ്രൂപ്പായി മാറും. ഒന്നും ഇല്ലാത്തതാണ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് ചിലപ്പോൾ ഡബിൾ ബോണ്ട് വരാം. ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടി മിക്കവാറും തീരുമാനിക്കപ്പെടുന്ന ഡബിൾ ബോണ്ട് നമുക്കറിയാം. അഡീഷൻ റിയാക്ഷൻസും മറ്റൊക്കെ വന്നിട്ട് ഈ ഡബിൾ ബോണ്ട് ആണ് അതിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ്. ഇതാണ് അതിന്റെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ ലിമിറ്റഡ്, കെമിക്കൽ റിയാക്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. കാരണം അതിൽ പ്രത്യേകിച്ച് യാതൊരു ഫങ്ഷണൽ ഗ്രൂപ്പും ഇല്ല. They are called paraffins. But ഇതിന്റെ പാരഫിൻസ് പറഞ്ഞാൽ ലിറ്റിൽ അഫിനിറ്റി എന്നുള്ളതാണ്. മറ്റ് കോമ്പൗണ്ട്സ് ആയിട്ട് അഫിനിറ്റി വളരെ കുറവാണ് പാരഫിൻസിന്. കാരണം എന്താണ്? They do not have any functional group which can undergo reaction. They have only carbon and hydrogen. Such compounds are called hydrocarbons. But if it has a double bond, then it becomes reactive. If it does not have any, it is saturated compound. Paraffins are saturated. Paraffins are vacuum paraffins, saturated compounds. No double bond or triple bond. And they are highly unreactive. That's why they were called paraffins. Paraffins are vacuum artham. They have a little affinity എന്നാണ്. അഫിനിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് കോമ്പൗണ്ട്സിനോടുള്ള അഫിനിറ്റി അതായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. ദാറ്റ്സ് വൈ ദേ വർ ഒറിജിനലി കോൾഡ് പാരഫിൻസ്. ആൽക്കെയിൻസ്, മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ. സൈഡ് ചെയിൻ വരുന്ന കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. അതിൽ തന്നെ പല അവാന്തര വിഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് പല വഴിക്കും ഇതിലേക്ക് പോകാൻ പറ്റും. ഇതിന് തന്നെ ഇത് സൈഡ് ചെയിൻ ഉണ്ട്, ബ്രാഞ്ചഡ് ചെയിൻ ഉണ്ട്, സൈക്ലിക് ഉണ്ട്. A lot of such compounds. Cyclohexane എന്ന് പറഞ്ഞാൽ cyclohexane വേറൊരു ഗ്രൂപ്പാണ്. ഈ ഹെക്സൈനിലുള്ള ഇത് ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? CH3 CH2 CH2 4 CH2 രണ്ടറ്റത്ത് 2 CH3 വന്നാൽ ഹെക്സൈനായി. പക്ഷെ അത് ഒരു സൈക്ലിക് ബെൻസിനിങ് പോലെ വരച്ച് ഡബിൾ ബോണ്ട് ഇല്ലാത്തൊരു ബെൻസിനിങ് വരച്ച് എന്തായി? സൈക്ലോഹെക്സൈനായി. സൈക്ലോഹെക്സൈൻ, സൈക്ലോപെൻറ്റീൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പ് കോമ്പൗണ്ട്. കോമ്പൗണ്ട് ഓഫ് സീരീസ് പോലെ തന്നെയാണത്. മനസ്സിലായി? സൈക്ലോഹെക്സൈനേക്കാളും ഒരു CH2 കൂടിയാലും സൈക്ലോഹെപ്റ്റൈനായി. അതിന് ലിമിറ്റ് ഉണ്ട്. സൈക്ലിൻസ് ഒക്കെ റിങ്സിനൊക്കെ ലിമിറ്റ് ഉണ്ട്, ചെയിൻസിന് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. They can have an infinite number of carbon atoms, either straight chain or branched chain or highly branched chains. ഒരു ബ്രാഞ്ചിൽ വേറെ ബ്രാഞ്ച് നമ്മൾ വരുമ്പോൾ ഇഷ്ടംപോലെ കാർബൺ ആറ്റത്തിന് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പല ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ടാവാം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓർഗാനിക് കെമിസ്ട്രിയുടെ ബാലപാഠങ്ങൾ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് അത് വായിച്ച് പഠിക്കുന്ന നന്നായിരിക്കും. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്ലസ് ടുവിന് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പ്ലസ് ടുവിൻ്റെ ബുക്കൊക്കെ വീട്ടിൽ കാണും. മിക്കവാറും പ്ലസ് ടുവിൻ്റെ ബുക്കൊക്കെ എടുത്ത് ഓർഗാനിക് കെമിസ്ട്രിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ കയ്യിൽ തുടങ്ങുന്നത്. അതിന് മുമ്പേ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നുണ്ടെങ്കിലും പ്ലസ് ടുവിൻ്റെ ഓർഗാനിക് കെമിസ്ട്രി ഒന്ന് ബേസിക് ആയിട്ട് വായിച്ച് പഠിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ നമ്മൾ അടുത്ത ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പറയുമ്പോൾ പുതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഇയറിൻ്റെ ഓർഗാനിക് കെമിസ്ട്രി കുറേ പഠിച്ചു കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഒന്നുകൂടി എൻ്റെ സെക്കൻഡ് ഇയറിന് പഠിച്ചതും ഫസ്റ്റ് ഇയർ ഓർഗാനിക് പഠിച്ചത് സെക്കൻഡ് ഇയർ പഠിച്ച ഓർഗാനിക് കെമിസ്ട്രി ഒന്നുകൂടി റിഫ്രഷ് ചെയ്താൽ നമ്മൾ ഇനി പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രി കുറച്ചൊരു വളരെ എളുപ്പമായിരിക്കും. അടിസ്ഥാന ബേസിക്കായുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ്. അതൊന്നും അല്ലാതെ നമ്മൾ ഓരോന്ന് പുതിയ കേട്ടാൽ സംഗതി എളുപ്പമാണെങ്കിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാൽ തന്നെ അതിനോട് നമുക്ക് വെറുപ്പ്. ഓർഗാനിക് കെമിസ്ട്രിയോട് ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേക്ക് ഇത് കണ്ടോളാം. കാരണം എന്തായാലും തീരെ എന്തൊക്കെയോ എന്താണ് സംഭവം എന്ന് ആദ്യമേ മനസ്സിലാക്കിയാൽ പിന്നെ വരുന്നതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. നോ കോംപ്ലിക്കേഷൻ, വെരി വെരി സിമ്പിൾ. പക്ഷെ എന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കാർബൺ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ, അതിനോട് ഹൈഡ്രജൻ എങ്ങനെ വരും, ഓക്സിജൻ എങ്ങനെ അറ്റാച്ച് ചെയ്യും, ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഓരോ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ഇതൊക്കെ മനസ്സിലാക്കിയാൽ സംഗതി വളരെ എളുപ്പമാണ്. ആ എളുപ്പത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതുവരെ പഠിച്ച ഓർഗാനിക് കെമിസ്ട്രി, എസ്പെഷ്യലി നിങ്ങൾ ഡിഗ്രി ഇപ്പം കഴിഞ്ഞ കൊല്ലം പഠിച്ച വിട്ടേക്ക് പരീക്ഷയെല്ലാം വരാനുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അതിന് മുമ്പുള്ള കാര്യങ്ങൾ തുടങ്ങിയാൽ, അതായത് പ്ലസ് ടുവിൻ്റെ ഓർഗാനിക് കെമിസ്ട്രി എനിക്കൊന്ന് അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എങ്ങനെയാണ് ആറ്റങ്ങളും കാർബൺ ആറ്റങ്ങളോട് യോജിക്കുന്നത്, എങ്ങനെയാണ് പാരഫിൻസ്, എന്താണ് മറ്റ് തുടക്കം മുതൽ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പ്ലസ് ടുവിൻ്റെ പ്ലസ് വൺ സെക്കൻഡ് ഇയർ അല്ല, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ രണ്ടുമുണ്ട്. നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗങ്ങൾ കൃത്യമായിട്ടൊന്ന് ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കുക.
That will help you a lot in understanding organic chemistry in future.